വണക്കം, നമസ്കാരം, സത് ശ്രീ അകാൽ. ഞാൻ നിങ്ങളുടെ മോട്ടിഫൈൻഡർ. പീപ്പിൾ വിൽ ഗോ ക്രേസി അബൌട്ട് യു. നിങ്ങൾ ഒരാൾക്കാരെന്ന് വളരെ ക്രേസി ആയിട്ട് കാണണമെങ്കിൽ ഇത്ര കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്പർ 1, ഫിറ്റ് യുവർ ബോഡി. നല്ലൊരു ബോഡി ക്രിയേറ്റ് ചെയ്യുക, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി ക്രിയേറ്റ് ചെയ്യുക, വയറൊക്കെ തള്ളാതെ അങ്ങനെ ഒരു നല്ലൊരു ബോഡി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ സ്റ്റാർട്ട് വെയറിംഗ് ക്ലോത്ത് പ്രോപ്പർലി. നമ്മൾ ഏത് വസ്ത്രം ധരിച്ചു കഴിഞ്ഞാലും അതൊരു നമ്മളെ കണ്ണാടിച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മനോഹരമായിട്ട് കാണാവുന്ന രീതിയിൽ വസ്ത്രം ധരിക്കാം. ഡോണ്ട് ബി ദെയർ ഫോർ ലോങ് ടൈം. ഒരു കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവരെ കാണുക, കുറച്ചു നേരം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു വരാൻ ശ്രമിക്കാം. നോട്ട് ടു സ്പെൻഡ് മോർ ടൈം. അവിടെ ഒരുപാട് സമയം നമ്മൾ ചെലവഴിക്കാതിരിക്കുക. ഇഫ് സമൺ കോൾസ് ഫോർ യു, ആരെങ്കിലും നിങ്ങളെ ഒരു കോൾ ചെയ്തിട്ട് എടാ അളിയ ഒന്ന് പറഞ്ഞോടാ, ഒരു ആവശ്യം ഉണ്ടായിരുന്നു, എന്താണെന്ന് ആവശ്യം എന്ന് പറയാണ്ട് വിളിക്കുന്ന കോളുകൾ, ഗീവ് ഹിം എ ടൈം. അവന് കുറച്ച് സമയം കൊടുക്കുക. പെട്ടെന്ന് പോവാതിരിക്കുക. കുറച്ച് സമയം എടുത്തൊന്ന് പോയി കഴിഞ്ഞാൽ അവന്റെ പ്രശ്നം ചിലപ്പോൾ അവൻ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുമായിരിക്കും. ലേൺ ടു സേ നോട്ട് ടു ദ പീപ്പിൾ ഫോർ സം ടൈം. നമുക്ക് നോ എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ നോ തന്നെ പറയണം. എനിക്ക് പറ്റില്ല. ചിലപ്പോൾ ബാഡ് ടച്ച്, ഗുഡ് ടച്ച്, സ്ത്രീകളോട് നോട്ടം, നോ ആണെങ്കിൽ നോ തന്നെ ആണെങ്കിൽ പറയുക. ഡോണ്ട് സ്പീക്ക് നോൺസെൻസ് ഇൻ പബ്ലിക്. നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പബ്ലിക്കിൽ വാതുറന്ന് സംസാരിക്കാതിരിക്കുക. മുഴുവൻ അറിയാമെങ്കിൽ സംസാരിക്കാം. ആര് ചോദിക്കുന്ന ചോദ്യത്തിനും മറുപടി ഉണ്ട്. സ്വയം ജ്ഞാനിയാണ് എന്ന് ചിന്താഗതി ഉള്ളവർ മാത്രം സംസാരിക്കാം. അല്ലാത്തവരോട് നമ്മൾ പബ്ലിക്കായിട്ട് സംസാരിക്കാൻ ശ്രമിക്കരുത്. ഓൾവേസ് കീപ് ഇൻ സ്മൈൽ ഇൻ ഫേസ്. മുഖത്ത് എപ്പോഴും ചിരി ഉണ്ടാവണം. ഒരു സ്മൈൽ എല്ലാവരുടെയും ദുഃഖങ്ങൾ അകറ്റും. നമ്മള് പുറത്തുമേ കാണുന്ന ഒരാൾ നമ്മളൊന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ചിരി കൊണ്ട് നമുക്കെല്ലാം അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. സോ കീപ് സ്മൈലിംഗ്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നിങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടും. ശരിയല്ല ഞാൻ പറഞ്ഞത്? സ്റ്റേ മോട്ടിവേറ്റഡ്. ഞാൻ നിങ്ങളെ മോട്ടിഫൈൻഡർ. ബൈ. എന്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.